എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് LGSലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2 ക്ലാസ്സസ് തൊട്ട് താഴെയായിട്ടുണ്ടായിരിക്കും. ഇത് മൂന്നാമത്തെ ഭാഗമാണ്. അപ്പൊ പാർട്ട് 1, പാർട്ട് 2 കൂടെ കാണുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് പാർട്ട് 3 കേൾക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ, ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ LGSന്റെ സിലബസ് ആണ് ഈ ചാനലിലൂടെ കവർ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി LGS ആയിക്കോട്ടെ, വരുന്ന വേരിയസ് LGS ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് ഇതിലൂടെ കിട്ടും കേട്ടോ. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സസ് എല്ലാം കൃത്യമായിട്ട് കാണാൻ മാത്രം പോരാ, അത് അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ക്ലാസ്സസ് വെച്ചപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ച് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അത് റിവിഷൻ പോലെ കൊണ്ടുവരിക, വീക്കിലി റിവിഷൻ ചെയ്യുക. അതാ ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സസിൽ ഇന്ത്യയുടെ ആകെ വിസ്തീർണം, അതുപോലെ തന്നെ ഭൂവിസ്തൃതി, ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്, ജനസംഖ്യ, ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്, ലോകരാജ്യങ്ങൾ, വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു പോയി. അപ്പൊ നമുക്ക് ഇനി അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ വൻകരയുടെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ വൻകരയുടെ തെക്കു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 നമ്മൾ പറഞ്ഞിരുന്നു. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്സ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. ഇതേ 7 നമ്മൾ കുറച്ചു മുന്നേ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ എണ്ണത്തിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനത്താണ്? 7ാം സ്ഥാനത്താണ്. വലിപ്പത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ എത്രാം സ്ഥാനത്താണ്? 7ാം സ്ഥാനം. 7 ആൻസർ വരുന്ന 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകരാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ 7ാം സ്ഥാനം. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങളിൽ 7 ആൻസർ വരുന്ന 2 ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ. അതായത് നമ്മൾ ലോകരാജ്യങ്ങളിൽ 7ാം സ്ഥാനമാണെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ ഒരു 7 രാജ്യങ്ങളുണ്ട്. ആ 7 രാജ്യങ്ങൾ എടുക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് വലിപ്പത്തിൽ. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്സ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്സ്. അപ്പൊ ഇന്ത്യയും മാലിദ്വീപ്സും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളാണ്. പിന്നെ 5 എണ്ണവും കൂടി പഠിച്ചാൽ മതി, അപ്പോഴത്തേക്ക് 7 എണ്ണമായി. എന്തായാലും 7 ഉപഭൂഖണ്ഡങ്ങളിലെ, ആ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ 7 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ. വടക്ക് ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, സുലൈമാൻ നിരകളെന്നും പറയും കേട്ടോ. ഹിന്ദുക്കുഷ് പർവ്വതനിര അഥവാ സുലൈമാൻ നിരകൾ. വടക്ക് കിഴക്ക് പൂർവാചൽ. വടക്ക് കിഴക്ക് പൂർവാചൽ. തെക്ക് ഇന്ത്യൻ സമുദ്രം. തെക്ക് ഇന്ത്യൻ സമുദ്രം. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. അപ്പൊ ഒന്നും കൂടെ നോക്കൂ. വടക്ക് ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, വടക്ക് കിഴക്ക് പൂർവാചൽ. അപ്പൊ 3 എണ്ണം ഒറ്റ ഇതായിട്ട് അങ്ങ് പഠിക്കാം. വടക്ക് ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, വടക്ക് കിഴക്ക് പൂർവാചൽ. അടുത്ത തെക്ക് പഠിക്കാം. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. തെക്ക് ഇന്ത്യൻ സമുദ്രം, തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. ആദ്യം വടക്ക് പഠിക്കുക, തെക്ക് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾ ഇതോടുകൂടി പഠിച്ചങ്ങ് പോണം. ഓക്കെ, അങ്ങനെ എളുപ്പമാർഗത്തിൽ പഠിച്ചു പോണം കേട്ടോ. അടുത്തത്, ഉപദ്വീപ്. എന്താണ് ഉപദ്വീപ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. 3 വശങ്ങളും സമുദ്രങ്ങളാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. ചെറുതിലേ പഠിക്കുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തെ അറബിക്കടലെന്നും കിഴക്കുള്ള ഭാഗത്തെ ബംഗാൾ ഉൾക്കടലെന്നും വിളിക്കുന്നു.
ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തെ അറബിക്കടലെന്നും കിഴക്കുള്ള ഭാഗത്തെ ബംഗാൾ ഉൾക്കടലെന്നും വിളിക്കുന്നു. അടുത്തത് ഇന്ത്യയുടെ കര അതിർത്തി. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. എന്നാൽ NCERT പാഠപുസ്തക പ്രകാരം 15,200 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. 15,200 രണ്ടും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കണം. ഇന്ത്യയുടെ കര അതിർത്തി 15,106.7 കിലോമീറ്ററും നമ്മുടെ NCERT പാഠപുസ്തക പ്രകാരം 15,200 കിലോമീറ്ററുമാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 എണ്ണമാണ് കേട്ടോ. എന്നാൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2 എണ്ണം. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7ഉം 2ഉം 9 രാജ്യങ്ങൾ എഴുതണം. ശ്രദ്ധിക്കുക, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 9. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, കര അതിർത്തി എടുത്തു ചോദിക്കും. ഓപ്ഷനിൽ 7ഉം കാണും 9ഉം കാണും. 9 ടിക്ക് ചെയ്യരുത്, 7 ആണ്. നമ്മൾ 7 ആൻസർ വരുന്ന 2 കാര്യങ്ങൾ മുന്നേ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. അടുത്തത് ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. മൂന്നാമത്തെ ഇപ്പോഴും നമ്മൾ പഠിച്ചു, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 ആൻസർ വരുന്ന 3 ക്വസ്റ്റ്യൻസ് നമുക്ക് PSC കിട്ടിയില്ലേ? 7 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കണം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 9, കര അതിർത്തി പങ്കിടുന്ന ചോദിക്കുമ്പോൾ 7 എന്നും ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2 ആണ്. അപ്പൊ നമുക്ക് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ആ 9 രാജ്യങ്ങൾ ഏതൊക്കെ നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്സ്. ഇതിൽ ഏതോ 2 എണ്ണം സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ അതിർത്തി പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഇത് പഠിക്കാൻ നമുക്ക് ഒരു കോഡോ സഹായങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് ന്യൂസിലൊക്കെ കാണുന്ന രാജ്യങ്ങൾ തന്നെയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഇനി ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 എണ്ണം ശ്രീലങ്ക, മാലിദ്വീപ്സ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഏറ്റവും എളുപ്പം പാകിസ്ഥാന്റെ കൂടെ തന്നെ അഫ്ഗാനിസ്ഥാൻ വന്നതുകൊണ്ട് പഠിക്കാൻ വളരെ എളുപ്പം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. വടക്ക് പടിഞ്ഞാറ്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് മാത്രമാണെങ്കിൽ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഓൾറെഡി ഏറ്റവും വലിയ രാജ്യം ചൈനയെ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മുടെ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ചൈന ഉണ്ടെങ്കിൽ വലുത് എപ്പോഴും ചൈനയായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് കേട്ടോ. മാറിപ്പോവരുത്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത് മാലിദ്വീപാണ്. മാലിദ്വീപ് മറ്റൊരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യവും മാലിദ്വീപാണ്. എന്നാൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ നമ്മൾ ചൈന എഴുതണം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ് എഴുതാം. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം
മാലിദ്വീപ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമാർ. തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമാർ. ഇനി ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. കേട്ടിരിക്കുക, ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. കാരണം ഈ ഒരു ഭാഗത്തിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. ഇപ്പോഴാണെങ്കിൽ പഴയ പോലെ അല്ല, നമുക്ക് എന്ത് വന്നാലും കുറെ സ്റ്റേജസ് ഒക്കെ വരും അല്ലേ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ ഏതെങ്കിലും സ്റ്റേജിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപോയിട്ടുണ്ടായിരിക്കും. നമുക്ക് അറിയില്ല പ്രിലിംസ് മെയിൻസ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും നമുക്കത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു പോവാം കേട്ടോ. ഇന്ത്യയുടെ കര അതിർത്തി 15,106.7 കിലോമീറ്റർ. NCERT പാഠപുസ്തക പ്രകാരം 15,200. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ടോട്ടൽ 9. അതിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2. ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമാർ. അടുത്തത് നമ്മുടെ അയൽ രാജ്യങ്ങള് എത്ര കിലോമീറ്റർ വീതമാണ് കര അതിർത്തി പങ്കിടുന്നതെന്ന് നമുക്ക് നോക്കാം. ബംഗ്ലാദേശ് 4,096.7 കിലോമീറ്റർ. ചൈന 3,488 കിലോമീറ്റർ. പാകിസ്ഥാൻ 3,323 കിലോമീറ്റർ. നേപ്പാൾ 1,751 കിലോമീറ്റർ. മ്യാൻമാർ 1,643 കിലോമീറ്റർ. ഭൂട്ടാൻ 699 കിലോമീറ്റർ. അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. അങ്ങനെ ടോട്ടൽ കരാതിർത്തി 15,106.7 കിലോമീറ്റർ ആണ്. ഓക്കെ, കിലോമീറ്ററിലാണ് വരുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബംഗ്ലാദേശ് 4,096.7 കിലോമീറ്റർ. ചൈന 3,488. പാകിസ്ഥാൻ 3,323. നേപ്പാൾ 1,751. മ്യാൻമാർ 1,643. ഭൂട്ടാൻ 699 കിലോമീറ്റർ. അഫ്ഗാനിസ്ഥാൻ 106. ടോട്ടൽ 15,106.7. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് മാലിദ്വീപും ശ്രീലങ്കയും. ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് മാലിദ്വീപും ശ്രീലങ്കയും. ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി വരുന്ന 2 ക്ലാസ്സോട് കൂടിയൊക്കെ ഇതിന്റെ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭൂപ്രകൃതി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച ഇതുവരെ എന്ന് പറയുമ്പോൾ ഇനി വരുന്ന 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞു പോവാൻ. ഇപ്പൊ ഞാൻ കരുതിയത് ഒറ്റ ക്ലാസ് കൊണ്ട് തീർത്ത് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് തരാനാണ്. പക്ഷെ അത് കഴിയില്ല, നമുക്ക് 1-2 ക്ലാസ്സും കൂടെ എടുക്കാം. കാരണം നമുക്കിവിടെ നമ്മൾ നോക്കുന്നത് LGS എക്സാമിന് വേണ്ടിയാണ്. അപ്പൊ LGS എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം GKയും അതുപോലെ തന്നെ മാത്സും കറണ്ട് അഫെയർ മാത്രമേ ഉള്ളൂ. അപ്പൊ 20 മാർക്കിന് മാത്സ് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം GK ആണ്. ഇന്നത്തെ കറണ്ട് അഫെയർ ആണ് നാളത്തെ GK ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ GK നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് തരുന്ന സിലബസിലുള്ള കൃത്യമായിട്ടുള്ള ടോപ്പിക് എടുത്ത് നമുക്ക് അതിലെ മാക്സിമം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് പതിയെ പറഞ്ഞു പോയാൽ മതി. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഈ വർഷം നമുക്ക് ഡിസംബറോടുകൂടി ഉറപ്പായിട്ടും വരേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് സ്ലോയിൽ പോയാലും പ്രശ്നമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസുമായി കാണാം.